2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യം കൊണ്ട് തോറ്റുപോയൊരു സ്ഥാനാർത്ഥിയുണ്ട്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 354 വോട്ട് വീതം ലഭിച്ച ടൈ ആയതോടെ നറുക്കെടുപ്പിൽ പിന്നിലായ സുലൈഖ മൊഹീദ്ദീൻ. ഇത്തവണയും സുലൈഖ മത്സരത്തിനിറങ്ങുന്നുണ്ട്. പല്ലാരിമംഗലം 13-ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇക്കുറി ഭാഗ്യപരീക്ഷണത്തിന് ഇടവരുത്താതെ ജയിച്ച് കയറാമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സുലൈഖ. ഞാൻ ആ സ്ഥാനാർത്ഥി അറിയാറുണ്ട്. അപ്പുറം വാർഡില്ല. അത് കുഴപ്പമില്ല. ഏത് വാർഡിലാണെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എനിക്ക്. ഇന്നലെ ഞാൻ ഉമ്മയുടെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് പിള്ളേരെങ്ങാണ്ട് അങ്ങോട്ട് പോയേക്കോ, പുറത്ത് പോയേക്കോ. പിന്നെ ഉമ്മച്ചെന്തേ ഉമ്മയുണ്ടോ അവിടെ? ഇപ്പം ഞാൻ ഇന്നലെ വന്നതല്ലേ. ഇപ്പം ഇത്ത കൊച്ചിനോട് പറഞ്ഞ് വോട്ട് വന്ന് ചെയ്യണം കേട്ടോ. കൊച്ചിൻ്റെ കൂടെ വന്ന് ഇത്തയുടെ കൂടെ എല്ലാ സഹായത്തിനും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയുടെ ഉൾപ്രദേശത്താണ്. അതായത് കോതമംഗലത്തെ പല്ലാരിമംഗലം പഞ്ചായത്ത്. അവിടെ 13-ാം വാർഡിലാണുള്ളത്. അവിടെ ഒരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. കാരണം 2015 ഇവിടെ മത്സരിച്ച ആ വനിതയാണ്. ആ വനിത അന്ന് ഒപ്പത്തിനൊപ്പം എത്തി. പിന്നീട് ടോസ് ഇടേണ്ടി വന്നു. ആ ടോസിൽ പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ 2026 വീണ്ടും മത്സരിക്കുകയാണ്. 100% സപ്പോർട്ടോടുകൂടി വീണ്ടും ഞാൻ മത്സരത്തിന് ഇറങ്ങുവാണ്. എല്ലാവരും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് പറയണത്. അന്ന് 2015 എത്ര വോട്ടാണ് കിട്ടിയത്? ഇന്ന് 435 എനിക്ക് തോന്നുന്നു. രണ്ടുപേർക്കും തുല്യം. ആരായിരുന്നു അന്ന്? ലീഗിന്റെ ആളായിരുന്നു. അന്ന് ലീഗിന്റെ ആളായിരുന്നു. ഇപ്പോഴും അത് തന്നെ. പാർട്ടിയും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പുറത്തുള്ളവരും. ഇന്നലെ ഇവിടെ വന്നായിരുന്നു കേട്ടോ. പറഞ്ഞില്ലേ? പ്രാർത്ഥന എല്ലാം ഉണ്ടാവണം. പൂർണ്ണമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. 2015 മത്സരിച്ചു. പക്ഷെ അന്ന് പരാജയപ്പെട്ടു. അപ്പോൾ ഈ വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഇനിയും നിങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ വാർഡിൽ എന്തെങ്കിലും പുള്ളി ചെയ്തു വെച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം. പിന്നെ വയോജനങ്ങളുടെയോ പെൻഷൻ്റെയോ എന്താന്ന് വിചാരിച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ള ഒരുറപ്പ് വിശ്വാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒപ്പത്തിനൊപ്പം പിടിച്ചതാണ്. ഇപ്രാവശ്യം അപ്പം കരകയറണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞാൻ ഇനി വരാം. ഈ മത്സരിക്കാൻ ഇറങ്ങിയ ശേഷം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു? അതെ, സജീവമായിരുന്നു. ഞാൻ മഹിളാ അസോസിയേഷനിലെ സെക്രട്ടറിയാണ്. പിന്നെ കുടുംബശ്രീയുടെ പ്രസിഡന്റ്. പിന്നെ അതുപോലെ പാലിയേറ്റീവില് എല്ലാത്തിലും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. പിത്തായി നിൽക്കണമെന്ന് അറിയില്ലേ? ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഞാനായിട്ട് ഈ പ്രാവശ്യം നിൽക്കണത് ഇലക്ഷൻ നിൽക്കണ പേരെന്നാ? അഞ്ചു. എനിക്ക് വോട്ട് ചെയ്യണം. ഇത്തരം അടുത്ത് പോയി പറയാം. ഈ പ്രാവശ്യം നമുക്ക് വിജയിക്കണം ഉറപ്പായിട്ടും കേട്ടോ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നറുക്കിട്ടാണ് പോയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പായിട്ട് പിടിക്കണം കേട്ടോ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ കടുത്ത മത്സരമെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും ഉറപ്പായിട്ടും. പാർട്ടിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അതുപോലെ നാട്ടുകാരും എനിക്ക് സപ്പോർട്ടുണ്ട്. എന്തായാലും ടൈറ്റ് മത്സരം എന്ന് തന്നെയാണ് സുലേഖയും പറയുന്നത്. എന്നാലും ജയിച്ചു കയറുമെന്ന ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. സുജയ് ബ്ലേഡിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.